ജൂലി കോച്ചുണ്ടല്ലോ, ചെളിയിലൊക്കെ കളിച്ചതേ കാലുമേയൊക്കെ ചെളിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചു ഇവരുടെ അമ്മ ഗോബൂസ്, ജിമ്മി, ടോമി വന്നില്ലേ എന്ന് ചോദിച്ചു. ആരും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇവളെ നല്ല സ്നേഹത്തോടെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. നല്ല സ്നേഹത്തോടെയാണ് എപ്പോഴും അവളെ കൊഞ്ചിച്ച് ജൂലി ജൂലി എന്ന് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഗേറ്റിനകത്തൊന്നും കയറി അവൾ നിൽക്കില്ല കേട്ടോ. അവൾ അപ്പം തന്നെ ഓടിപ്പോകും. ഗേറ്റിട്ട് അടച്ച അവൾക്ക് പേടിയാണ്. കാരണം അവൾ അങ്ങനെയാണല്ലോ വളർന്നേക്കണേ. ജൂലി ജൂലി കണ്ട, ജൂലിയാന്ന് അവൾക്കറിയാം. ജൂലി ഇതേ ബിസ്ക്കറ്റ്. ഇന്ന് ജൂലിക്ക് നല്ല മീൻ കൂട്ടി നന്നായിട്ട് നല്ല മീൻ കഷ്ണം വെച്ച് ചോറ് അങ്ങനെ എല്ലാം ഞാൻ കൊടുത്തു കേട്ടോ. അതെ കഴിച്ചിട്ട് ബാക്കി വെച്ചേക്കാനുണ്ട്. ബാക്കിയെല്ലാം തീർന്നു അത് ഫുള്ളും. എല്ലാം അവൾ ഇഷ്ടം പോലെ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും അവളെ ഞാൻ വിളിച്ച് അവൾക്ക് പാല്, ക്യാറ്റ് ഫുഡ് വരെ കൊടുത്തു. എൻ്റെ പൂച്ചകളുടെ ഭക്ഷണം വരെ എടുത്തിട്ട് അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് സങ്കടമാണ്, നല്ല സങ്കടമുണ്ട്. ഞാൻ എപ്പോഴും അവരെ തന്നെ ഓർത്തുകൊണ്ടിരിക്കും. പക്ഷെ എന്താ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ എല്ലാവരോടും അന്വേഷിച്ചു, ആർക്കും അറിയില്ല എന്താ പറ്റിയെന്ന്. ചിലപ്പോൾ അവർ വരുമായിരിക്കും, ഇല്ലെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കട്ടെ. ഞാൻ അവളെ നന്നായിട്ട് നോക്കുന്നുണ്ട്. വീടിനകത്ത് എനിക്ക് പറ്റില്ല, ഞാൻ പറഞ്ഞേ റെൻറ്റ് ഹൗസാണ്, ഓണർ സമ്മതിക്കില്ല. അത് മാത്രമല്ല അവൾ അകത്തേക്ക് വരില്ല. അകത്ത് കയറി ഗേറ്റിട്ട് അടച്ചാൽ പിന്നെ അവൾക്ക് വലിയ പേടിയാണ്. അവൾ ഓടും.